എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു മീനില്ലാ മീൻകറിയാണ്. അതിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ 1 കപ്പോളം തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ചെറിയ ഉള്ളിയാണ്, അത് 1 കപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ 2 തക്കാളി വേണം, കുറച്ച് മുരിങ്ങയ്ക്കായ വേണം, അത് 2ആയിട്ട് മുറിച്ചതാണ്. പിന്നെ വേണ്ടത് കുറച്ച് പുളിയാണ്. പിന്നെ 2 തണ്ട് കറിവേപ്പില വേണം. പിന്നെ എടുത്തിരിക്കുന്നത് മണമുള്ള മുളകാണ്, ഇത് 2 എടുത്തിട്ടുണ്ട്. ഈ മുളകില്ലെങ്കിൽ നിങ്ങൾക്ക് സാധാ പച്ചമുളക് ഇട്ടാലും മതിയാവും. പിന്നെ വേണ്ടത് കുറച്ച് വെളിച്ചെണ്ണയാണ്. പിന്നെ ഞാൻ ഇവിടെ 1 സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ 1/2 സ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ചട്ടി ഇവിടെ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. പിന്നെ വേണ്ടത് കടുവാണ്, കടുക് ഇട്ട് കൊടുക്കാം. ഇനി 2 വറ്റൽമുളക്, 2 തണ്ട് കറിവേപ്പില. നമ്മുടെ കടുവെല്ലാം നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചെറിയ ഉള്ളി അരിഞ്ഞ് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴറ്റുക. കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഉള്ളി നന്നായിട്ട് പെട്ടെന്ന് വഴണ്ടി കിട്ടും. നമ്മളുടെ ഉള്ളിയൊക്കെ നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് വഴറ്റി കൊടുക്കാം. അടച്ച് വെച്ച് 2 മിനിറ്റ് വരെ ഒന്ന് വേവിച്ചെടുക്കാം. നമുക്കത് തുറന്ന് നോക്കാം. ഉള്ളിയൊക്കെ നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന മുരിങ്ങയ്ക്ക ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായ വെള്ളം ഒഴിച്ച് അടച്ചു വെച്ച് ഒരു 2 മിനിറ്റ് വരെ വേവിച്ചെടുക്കാം. ഇനി കറിക്ക് ആവശ്യമായ ഗ്രേവി തയ്യാറാക്കണം. ഞാൻ ഇവിടെ 1 കപ്പ് തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് നമുക്ക് 1 സ്പൂൺ മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് 1/2 സ്പൂൺ മല്ലിപ്പൊടിയാണ്. പിന്നെ ആവശ്യത്തിന് പുളി വേണം. ഇത് നന്നായിട്ട് അരച്ച് എടുക്കണം. കറിക്ക് ആവശ്യമായ കൂട്ട് നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. മീൻകറിക്ക് ആവശ്യമായ കഷ്ണങ്ങളെല്ലാം നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് അരപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. അരപ്പ് ഒഴിച്ചു കൊടുക്കാം. നമ്മളുടെ അരപ്പെല്ലാം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലധികം വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. കുറച്ച് കട്ടിയായിട്ടിരുന്നാൽ മാത്രമേ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവൂ. നമുക്കിനി അതിലോട്ട് കുറച്ച് ഉപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം.
നമുക്കിത് അടച്ച് വെച്ച് ഒരു 2 മിനിറ്റ് വരെ ഒന്ന് വേവിച്ചെടുക്കാം. അരപ്പ് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന മണമുള്ള മുളക് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 2 മുളകാണ് എടുത്തിരിക്കുന്നത്. എരിയൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് ചേർക്കാവുന്നതാണ്. നമുക്കിതിലോട്ട് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കുക. നമുക്ക് ഒരു 1-2 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം. നമ്മളുടെ മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം. മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളിയായിട്ടുള്ളൊരു ഡിഷ് കൂടിയാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.